പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങവേ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു. സാമ്പത്തിക സുരക്ഷ, രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് ചേർന്നത്. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടിക്ക് ഇന്ത്യ ആലോചിക്കുകയാണ്. ഇറക്കുമതിയടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും. കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യതയുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് കേന്ദ്രം പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനാക്കി 7 അംഗ സമിതി രൂപീകരിച്ചു. ഇതിനിടെ ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ അത് തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി NIA സംഘം ആക്രമണ രംഗം പുനരാവിഷ്കരിച്ചു. അതിനിടെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അദൌല തരാർ പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും പാകിസ്ഥാൻ തേടിയിട്ടുണ്ട്. അതേസമയം രാജ്യാന്തര അതിർത്തിയിലടക്കം വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാകിസ്ഥാൻ. പ്രകോപനം തുടരുകയാണ്. TG സജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. സജിത്ത്, വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ്, വളരെ നിർണായകമായിട്ടുള്ള ദിനങ്ങളാണ്. എത്തരത്തിലാണ് പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നത്? എൽദോ, ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് പങ്കുവയ്ക്കാം. അല്പസമയം മുമ്പ് കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 20-30 മിനിറ്റ്, ഏകദേശം 30 മിനിറ്റോളം സമയമാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചു എന്നതാണ് വിവരം. നമുക്കറിയാം, ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങളും ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യ സൈനിക നീക്കത്തിന് പുറമെ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള മറ്റ് നീക്കങ്ങളിലേക്കും കടക്കുകയാണ്. അതിൽ പ്രധാനം സാമ്പത്തിക ഉപരോധവും വ്യാപാര ഉപരോധവുമാണ്. അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വ്യാപാര കരാറുകൾ റദ്ദ് ചെയ്യാനുള്ള നീക്കങ്ങളുണ്ട്. ഒപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാത, ആകാശപാത അടയ്ക്കാനുള്ള തീരുമാനമുണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്കും ഇന്ത്യ കടക്കുകയാണ്. ഇതിനിടയിലാണ് സൈനിക മേധാവി അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് കടക്കുകയാണോ എന്നത് സംബന്ധിച്ച ആശങ്കകൾ നിൽക്കുകയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഡൽഹിയിലില്ല. അദ്ദേഹം മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും പിന്നീട് കേരളത്തിലുമായുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ നിർണായകമാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കുകയാണോ, എന്താണ് ആലോചന എന്നതും ഏറെ തന്ത്രപ്രധാനമാണ്. എന്തായാലും ഇന്ന് നടന്ന യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി അവിടെ സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങളും ഇന്ത്യ പ്രധാനമായി കൈക്കൊള്ളുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നയതന്ത്രതല നീക്കങ്ങൾ നടത്തി ഇന്ത്യ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട് ഇതിനകം തന്നെ. അതിൻ്റെ അനുസരിച്ചുള്ള തുടർ നീക്കങ്ങളും സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. നാളെ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സജിത്ത് സൂചിപ്പിച്ചതുപോലെ നിർണായക നീക്കങ്ങൾ ഡൽഹിയിൽ തുടരുകയാണ്. വളരെ ആകാംക്ഷയോട്, കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ഡൽഹിയിലേക്ക്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.